അതോടൊപ്പം തന്നെ നമ്മുടെ USS പരീക്ഷയിൽ 2 വിദ്യാർത്ഥികൾ ഉന്നത മാർക്ക് കരസ്ഥമാക്കി. ആ വിദ്യാർത്ഥികളായുള്ള 2 പേരെയും നമ്മൾ ഇവിടെ ആദരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ എന്ത് കാര്യത്തിനും ബാലസംഘം എന്ന് പറഞ്ഞൊരു കൊച്ചു കൂട്ടുകാരുടെ ഒരു കൂട്ടായ്മയുണ്ട്. അവർ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഒരു വർഷക്കാലത്തിനിടയ്ക്ക് ആ യൂണിറ്റ് രൂപീകരിച്ചതിന് ശേഷം വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ സ്കൂളിലേക്ക് പോകുമ്പോൾ അവർക്കൊരു സ്നേഹോപഹാരം നൽകുക എന്നുള്ളതും കൂടിയാണ് ഈ പരിപാടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഉദ്ഘാടകനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് CPM-ന്റെ ചവറ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് സുരേന്ദ്രൻ പിള്ളയാണ്. അദ്ദേഹത്തിനെ ആദ്യമായി ഈ ചടങ്ങിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. ആവിഷ്കരിച്ച് നടപ്പിലാക്കി സർക്കാർ. ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ കുട്ടികളിൽ പലരും ഇവിടുത്തെ അപ്പുറത്തെ ചിറ്റൂർ UPS അല്ലേ, UPS അല്ലേ അത്, UPSൽ വിടുന്നുണ്ടല്ലോ. പഴയ അവസ്ഥയാണോ ചിറ്റൂർ സ്കൂളിന്റെ അവസ്ഥ ഇപ്പോൾ? അതുപോലെ ശങ്കരമലം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിടുന്നു. ശങ്കരമംഗലത്ത് തന്നെ ഗേൾസ് ഹൈസ്കൂളുണ്ട്, അവിടെയൊക്കെ നമ്മുടെ കുട്ടികളെ വിടുന്നുണ്ട്. മനയിൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, മനയിൽ ഹൈസ്കൂളും ഉണ്ട്. അപ്പൊ ഈ ഞാൻ നമ്മുടെ ചുറ്റുപാടുമുള്ള 2-3 സർക്കാർ തല സ്കൂളുകളെ സംബന്ധിച്ചാണ് പരാമർശിച്ചത്. നേടുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അനുമോദന ചടങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും സംഘടിപ്പിച്ചത്. അടുത്ത വർഷവും സംഘടിപ്പിക്കും. അപ്പൊ കഴിഞ്ഞ അടുത്ത 10ൽ പഠിക്കുന്ന 9ൽ പഠിക്കുന്ന കുട്ടികളെയൊക്കെ സംബന്ധിച്ച് അടുത്ത വർഷവും ഇത്തരത്തിൽ ഇതുപോലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ അവർക്ക് കഴിയട്ടെ എന്നുള്ള ഒരു പ്രചോദനമായി ചടങ്ങ് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. ഇരുത്തി മോഷിപ്പിക്കുന്നില്ല. അപ്പം ആദ്യമായിട്ട് SSLCക്ക് ഉള്ള A+ മേടിച്ച നിഹ, നല്ലൊരു ഗൈഡ് കൊടുക്കാം. അടുത്തത് സഹല വേദിയിലേക്ക് വരിക. നല്ലൊരു ഗൈഡ് കൊടുക്കുക. അടുത്തതായിട്ട് അബാക്കസ് പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ വിജയികളായിട്ടുള്ള കുട്ടികളെ ആദരിക്കുകയാണ്. ആബിദ, ദീപ, ഏരിയാവോ, അൽഫിയ, അടുത്തതായിട്ട് സാബിയ, അബ്ബ, നല്ല കൈയടി കൊടുക്കാം. ഒരു പാലക്കാടൊക്കെ പോയി മിന്നുന്ന പരിപാടി കാഴ്ചവെച്ച് വന്ന പിള്ളേരാണ്. തീപ്പൊരി ഐറ്റങ്ങളാണ്. നിങ്ങൾ നല്ല സപ്പോർട്ട് കൊടുക്കുക. അടുത്തതായിട്ട് മുഹമ്മദ് ഷമാസ്, അടുത്തത് ആദി നാരായണൻ, അടുത്തതായിട്ട് നമ്മുടെ ബാലസംഘത്തിന്റെ കൂട്ടുകാർക്ക് ഉള്ള എൻ്റെ ഒരു സ്നേഹോപഹാരമാണ്. ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ സുമനസ്സുകളുടെ സഹായമാണ്. തൊട്ടടുത്ത് സക്കീറക്ക ഉൾപ്പെടെ, ഇപ്പൊ തൊട്ടടുത്ത് കുറെ സക്കീറക്കയാണുള്ളത്. അതുപോലെ തന്നെ കുറേയധികം നല്ല മനസ്സുകൾ സ്പോൺസർഷിപ്പിലൂടെ നമ്മൾ കണ്ടെത്തിയതാണ്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ സഹായം അബാക്കസിന്റെ ബാലസംഘത്തിന്റെ കൂട്ടുകാർക്ക് നൽകുകയാണ്. അപ്പൊ ബാലസംഘത്തിന്റെ സജീവ പ്രവർത്തകർ ഓരോരുത്തരെ ഞാൻ വിളിക്കുന്നതനുസരിച്ച് മുമ്പോട്ട് വരിക. മുബീന ഫ്രണ്ടിലോട്ട് വരിക. അതിനല്ല, ബാലസംഘത്തിന്റെ നേതാവ് പുറകെ പോയി മതി. അടുത്താളോ? അടുത്തതായിട്ട്
ബാലസംഘത്തിലെ കൂട്ടുകാർക്കാണ് ഭദ്രശ്രീ വാ. നന്ദകുമാർ മോള് അവന് മാത്യുവിന്റെ മുമ്പ് ഷാഫി ബനീം നാസിദ് ആരുണ്ട് അവിടെ? ബാലസംഘത്തിന്റെ ആരുണ്ട്? വാ. ബാലസംഘത്തിന്റെ കൂട്ടുകാരെങ്കിലും ഇനി ബുക്ക് മേടിക്കാനുണ്ടോ? ആരുണ്ട്? മുമ്പോട്ടോ. ബാലസംഘത്തിന്റെ എല്ലാവരും ആയല്ലോ. ഇവിടെ വന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ബുക്ക് കിട്ടിയല്ലോ. ബാക്കി ആരും ഇല്ലല്ലോ, എല്ലാവർക്കും കിട്ടിയല്ലോ. സമ്മാനം കിട്ടിയോ? ആണോ? അനിയനാണോ? ഇളയാളാണോ? ആരെങ്കിലും ഉണ്ടോ? കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? കൊടുക്കും. നീ ഇതിന് ഓക്കെ, നമ്മുടെ പരിപാടി ഇനി 2 വാക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരൂക്കര CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് മുരളി സഖാവിനെ സ്നേഹത്തിന്റെ ഭാഷയിൽ ക്ഷണിക്കും. അപ്പം നമുക്ക് ഇനിയും ഇപ്പൊ ഈ വിജയം പേടിച്ച കുട്ടികൾ, ഇതൊരു തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ. തുടർന്നും ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ SSLC എന്നുള്ളതൊരു തുടക്കം മാത്രമാണ്. +2 ഡിഗ്രി തലത്തിൽ നല്ല മാർക്ക് മേടിച്ച് പാസ്സായാൽ നിങ്ങൾക്ക് കളക്ടർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്, അറിയാവോ? അതിന് IAS IPS മുതലായ പരീക്ഷകൾ എഴുതാൻ നിങ്ങളെ പ്രാപ്തരാക്കണമെങ്കിൽ ഇപ്പോഴേ ആ ഒരു ലക്ഷ്യം വെച്ച് പോകണം. ഡിഗ്രി തലത്തിൽ നല്ല മാർക്ക് മേടിച്ച് പാസ്സാകുന്ന കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏറ്റവും നല്ല സാലറി കിട്ടുന്ന പോസ്റ്റാണ് IAS IPS. നമുക്കറിയാം, പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥന്മാർ സ്റ്റാറായിട്ടുള്ളത് കളക്ടേഴ്സാണ്. അപ്പോൾ ദിവ്യ SIA നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കളക്ടർമാരാണ് ഷൈൻ ചെയ്യുന്നത്. എങ്ങനെയാണ് പോകുന്നത്? ഈ ഡിഗ്രി തലത്തിൽ ഉയർന്ന മാർക്ക് മേടിച്ച് പാസ്സാകുന്നവർക്ക് 3 ഘട്ടമാണ്. ആദ്യം ഒരു എഴുത്തു പരീക്ഷ, അത് കഴിഞ്ഞ് വീണ്ടും ഒരു അഭിമുഖമുണ്ട്. അങ്ങനെ ഒരു 3 ഘട്ടങ്ങൾ കഴിയുമ്പോഴാണ് നമുക്ക് IAS IPS എന്ന് പറയുന്ന തലങ്ങളിൽ എത്താൻ കഴിയും. ഇന്ത്യയിൽ ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അവരാണ്. കഴിയുമെങ്കിൽ ആ ലക്ഷ്യം മുന്നിൽ വെച്ച് പോവുക. ആദിവാസി വിദ്യാർത്ഥികൾ വരെ കേരളത്തിൽ നിന്ന് IAS എഴുതിയെടുത്തിട്ടുണ്ട്. നമുക്കും കിട്ടാക്കനിയൊന്നുമല്ല ദൂരെ. ഓരോ കരയിലും ഒരു കളക്ടറോ ഒരു IPSകാരനോ ഒക്കെ വരട്ടെ. അപ്പൊ നിങ്ങൾ ആ ഒരു ലക്ഷ്യം കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാവരും പഠിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ തുടക്കമാണ്. അപ്പൊ വിവാഹവും മറ്റു കാര്യങ്ങളും ഒന്നുമല്ല ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കുക, സാമ്പത്തിക ഭദ്രതയുള്ളവരായി മാറുക, അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. കുട്ടികള് പ്രാരാബ്ദം, മാതാപിതാക്കള് കൊച്ചുങ്ങളെ തെറ്റായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കരുത്. ഒരു പെൺകുട്ടിയാണ്, നീ അടുക്കളപ്പണി ചെയ്യേണ്ടവളാണ്, അടുക്കളയിലാണ് ജീവിതം. അതൊന്നുമല്ല, ഈക്വലാണ്. പുരുഷനും സ്ത്രീയും ഈക്വലാണ്.
നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രതയുണ്ടെങ്കിൽ നിങ്ങൾ ചെന്നു കയറുന്ന വീട്ടിൽ നിങ്ങൾക്ക് ആ ഒരു ബഹുമാനം കിട്ടും. നിങ്ങളൊരു കളക്ടറായിട്ടോ ഒരു പോലീസ് ഉദ്യോഗസ്ഥയായിട്ടോ ഒരു വീട്ടിൽ ചെന്ന് കയറുന്നെങ്കിലോ അവരെ നിങ്ങളെ ബഹുമാനിക്കും. അപ്പൊ അത്തരത്തിൽ നല്ല ലക്ഷ്യങ്ങൾ മുൻപിൽ വെച്ചുകൊണ്ട് ഇപ്പോഴേ പഠിക്കുക. ആ ലക്ഷ്യങ്ങൾ വലിയ വിദൂരമല്ല. നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ സർക്കാരിന്റെ IPS IAS അത് ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ അവിടെ തുച്ഛമായ പൈസ കൊടുത്ത് നമുക്ക് അവിടെ പഠിക്കാൻ കഴിയും. തിരുവനന്തപുരത്ത് തന്നെ അതിന് വലിയ ട്രെയിനിങ് സെന്ററുകളുടെ ഒന്നും ആവശ്യമില്ല. ഇതൊന്നും വിദൂരമായ ലക്ഷ്യമല്ല ഞാൻ ഈ പറഞ്ഞത്. ഈ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നന്നായി പഠിക്കുക. ഒരു നല്ല ഒരു കളക്ടറോ നല്ലൊരു IPS ഉദ്യോഗസ്ഥനോ നമ്മുടെ നാട്ടിലുണ്ടാകട്ടെ. അതിന് കഴിയുന്ന കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട്. ബാക്കസിൽ മിന്നുന്ന വിജയം കാഴ്ചവെച്ച ചുണക്കുട്ടികൾക്കുമാവും SSLCക്ക് full A+ മേടിച്ചവർക്കുമാവും ഇവിടെ ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കുമാവും. അപ്പം എല്ലാവരും നന്നായി വരട്ടെ. വന്നതിൽ സന്തോഷം. നന്ദി, നമസ്കാരം. മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കാലത്തിനുള്ളില് ആമ കുറുമ്പനോ നെഞ്ചത്ത് വെച്ചില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി തുരുത്തില്ലെങ്ങോ പതുങ്ങിയല്ലോ. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തിന 1000 താരകൾ പൂത്തുവന്നു. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ പെയ്യുന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോൾ ആത്മാവിൻ തേൻ നിറഞ്ഞു. പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങള് തുള്ളികളാൽ കണ്ട നേരം കൊണ്ടലായി കൊണ്ടലിൽ വിങ്ങലായി. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തൊടാൻ എത്തുകില്ല മാരിവെല്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തൊടാൻ എത്തുകില്ല മാരിവില്ലാണു നീ.